നമസ്കാരം. തിരുവനന്തപുരം നഗരസഭ നടപ്പിലാക്കിയ സുസ്ഥിര വികസന പ്രവർത്തനങ്ങൾക്ക് UK പാർലമെന്റിൽ വേൾഡ് ബുക്ക് ഓഫ് റെക്കോർഡ് സംഘടിപ്പിച്ച ചടങ്ങിൽ സർട്ടിഫിക്കറ്റ് ഓഫ് എക്സലൻസ് അവാർഡ് മേയർ ആര്യ രാജേന്ദ്രൻ ഏറ്റുവാങ്ങിയെന്ന വാർത്ത ഇന്നലെ മുതൽ പ്രചരിച്ചിരുന്നു. ഇത്തരത്തിലൊരു പോസ്റ്റ് ആര്യ രാജേന്ദ്രന്റെ ഔദ്യോഗിക ഫേസ്ബുക്ക് പേജിലൂടെയാണ് ആദ്യം എത്തുന്നത്. പിന്നാലെ ആദരവിന്റെ ഫോട്ടോകളും വിവിധ ഗ്രൂപ്പുകളിലെത്തി. കേരളത്തിലെ CPM പ്രമുഖ നേതാക്കളടക്കം ആര്യ രാജേന്ദ്രനെ അനുമോദിച്ചുകൊണ്ട് രംഗത്തും എത്തിയിരുന്നു. എന്നാൽ UK പാർലമെന്റിന്റെ ആദരവാണ് അവാർഡ് എന്ന വാർത്ത വ്യാജമാണെന്ന തെളിവുകൾ മറുനാടൻ മലയാളിക്ക്. വാടകയ്ക്ക് ബ്രിട്ടീഷ് പാർലമെന്റിന്റെ ഹാൾ എടുത്ത് നടത്തിയ സമ്മാനദാനമാണതെന്നതാണ് വസ്തുത. ബ്രിട്ടീഷ് പാർലമെന്റിന്റെ ഹൗസ് ഓഫ് കോമൺസ് ആര്യയെ ആദരിച്ചിട്ടുമില്ല. UK പാർലമെന്റിലെ ഹൗസ് ഓഫ് കോമൺസിൽ ആദരിക്കപ്പെടുകയാണെന്നാണ് ആര്യ രാജേന്ദ്രൻ എഴുതിയത്. UK പാർലമെന്റിൽ വേൾഡ് ബുക്ക് ഓഫ് റെക്കോർഡ് സംഘടിപ്പിക്കുന്ന ചടങ്ങിൽ സർട്ടിഫിക്കറ്റ് ഓഫ് എക്സലൻസ് നഗരസഭാ മേയർ എന്ന നിലയിൽ ഞാൻ ഏറ്റുവാങ്ങുകയാണ്. എല്ലാ പ്രവർത്തനങ്ങൾക്കും എല്ലാ പ്രതിസന്ധികളിലും തളരാതെ മുന്നോട്ട് കൊണ്ടുപോകുന്നതിന് എന്നെ പ്രാപ്തമാക്കിയ എൻ്റെ പ്രസ്ഥാനത്തിനും എന്നെ ചേർത്ത് നിർത്തിയ ജനങ്ങൾക്കും ഞാൻ ഈ പുരസ്കാരം സമർപ്പിക്കുന്നു. ഇതാണ് മേയർ ആര്യ രാജേന്ദ്രൻ എഴുതിയ വിശദീകരണത്തിലുള്ളത്. ഇത് ശരിയായിരിക്കാമെന്നാൽ പോസ്റ്ററിലെ ഹൗസ് ഓഫ് കോമൺസിലെ ആദരം പച്ചക്കള്ളമാണ്. 2 ഇന്ത്യക്കാരുടെ നേതൃത്വത്തിലെ സ്വകാര്യ സംഘടനയാണ് ആര്യ രാജേന്ദ്രനെ ആദരിച്ചത്. ഇതിന് ബ്രിട്ടനിലെ രാഷ്ട്രീയ സംവിധാനവുമായി യാതൊരു ബന്ധവുമില്ല. ഇത് വ്യക്തമാക്കുന്ന തെളിവുകളും മറുനാടൻ മലയാളിക്ക് ലഭിച്ചു. ഇതിന്റെ രേഖകളും ഈ വാർത്തയോടൊപ്പം പുറത്തുവിടുന്നു. അതായത് സ്വകാര്യ സംഘടന ബ്രിട്ടീഷ് പാർലമെന്റിലെ ഹാൾ വാടകയ്ക്കെടുത്ത് നടത്തിയ ചടങ്ങിലാണ് ആര്യ പങ്കെടുത്തത്. ഈ സംഘടനയ്ക്ക് ഗിന്നസ് വേൾഡ് റെക്കോർഡ്സ് എന്ന ആഗോളതലത്തിൽ അംഗീകരിക്കപ്പെട്ട സംഘടനയുമായി യാതൊരു ബന്ധവുമില്ല എന്നതാണ് സത്യം. ഇതിന്റെ തെളിവ് മറുനാടന് ലഭിച്ചു. ബ്രിട്ടീഷ് സന്ദർശനത്തിനെത്തുന്ന മലയാളി VIP നാട്ടിലെത്തി മേനി നടിക്കാനാണ് ഇത്തരം തട്ടിക്കൂട്ട് അവാർഡുകൾ സംഘടിപ്പിക്കുന്നത്. മുൻപ് അവാർഡ് തട്ടിപ്പ് പുറത്തു വന്നതോടെ ആദരിക്കപ്പെട്ട KM മാണി മുതൽ MG ശ്രീകുമാർ വരെയുള്ള പ്രമുഖർക്ക് സോഷ്യൽ മീഡിയയിൽ പൊങ്കാല ലഭിച്ചിരുന്നു. ഈ തട്ടിപ്പിൽ വീഴാതെ സത്യം വിളിച്ചു പറഞ്ഞത് പൂഞ്ഞാർ മുൻ MLA PC ജോർജ് മാത്രമാണ്. ഇപ്പോൾ തിരുവനന്തപുരം മേയർ ആര്യ രാജേന്ദ്രനും ഇവരുടെ വഴിയെ ബ്രിട്ടീഷ് പാർലമെന്റിന്റെ അംഗീകാരമെന്ന വാദം ഉയർത്തുകയാണ്. തദ്ദേശ തെരഞ്ഞെടുപ്പിൽ വീണ്ടും തിരുവനന്തപുരം കോർപ്പറേഷനിൽ CPMന് ജയിക്കണം. അത് കഴിഞ്ഞാൽ നേമത്ത് മത്സരിച്ച് MLA ആകണമെന്നതാണ് ആര്യ രാജേന്ദ്രന്റെ രാഷ്ട്രീയ താല്പര്യം. ഇതിനുവേണ്ടിയാണ് UKയിലെ അവാർഡ് എന്ന പ്രചരണം നടത്തുന്നത് എന്നതാണ് യാഥാർത്ഥ്യം. കേരളത്തിൽ അവസാന UDF ഭരണകാലത്ത് അന്നത്തെ ധനമന്ത്രി KM മാണി മുതൽ ആരംഭിച്ച ബ്രിട്ടീഷ് പാർലമെന്റിലെ ഈ നടക്കിരുത്തൽ പരിപാടിയിൽ മലയാളികളുടെ പ്രിയ ഗായകൻ MG ശ്രീകുമാറും പെട്ടുപോയിരുന്നു. മാണിക്ക് ബ്രിട്ടീഷ് പാർലമെന്റിന്റെ അംഗീകാരം എന്നത് ഏറ്റെടുത്ത് ഏറെ മാധ്യമങ്ങളും ചർച്ച ചെയ്തു. ഷാളും മെമന്റോയും ലഭിക്കുന്നവർ ഇത് തങ്ങളുടെ ജീവിതത്തിലെ ഏറ്റവും അസുലഭ ഭാഗ്യമായാണ് വ്യാഖ്യാനിക്കുന്നത്. MG ശ്രീകുമാറിന് ലഭിച്ച ബഹുമതിയെ പാർലമെന്റിന്റെ അംഗീകാരം എന്ന് വിശേഷിപ്പിച്ച ഭാര്യ ലേഖ ഫേസ്ബുക്കിൽ ചിത്രമടക്കമാണ് പോസ്റ്റ് ചെയ്തത്. 2017 ഇത്. ഇതേ അബദ്ധമാണ് മാണിക്കും ഒരിക്കൽ സംഭവിച്ചത്. മാണിക്ക് ലഭിക്കുന്നത് തട്ടിപ്പ് അംഗീകാരമാണെന്ന് മുന്നറിയിപ്പ് നൽകാനെത്തിയ കേരള കോൺഗ്രസിലെ സമുന്നതനായ നേതാവിന് പിന്നീട് മാണിയുടെ ഈർഷ്യയും സമ്പാദിക്കേണ്ടി വന്നത് കേരള കോൺഗ്രസുകാർക്കിടയിൽ പാട്ടാണ്. ഇതേ രീതിയിൽ പുരസ്കാരം ലഭിച്ച ശാന്തിഗിരി ആശ്രമത്തിലെ സന്യാസിമാർ തങ്ങളുടെ ആഘോഷത്തിന്റെ ഭാഗമായി നൽകേണ്ട പുരസ്കാരങ്ങൾ അവർ തന്നെ നാട്ടിൽ നിന്ന് എത്തിക്കുകയായിരുന്നുവെന്നും ആക്ഷേപമുണ്ടായിരുന്നു. തിരുവനന്തപുരം മേയർക്ക് സംഭവിക്കുന്നത് ഇത് തന്നെയാണ്. എന്തായാലും തെളിവുകൾ മറുനാടൻ മലയാളി പുറത്തുവിടുകയാണ്.